ഞങ്ങൾക്ക് ഇവിടെ ഈ നോൺ വെജിനേക്കാളിൽ ഏറ്റവും ഇഷ്ടം വെജിറ്റേറിയൻ തന്നെയാണ്. ആ വെജിറ്റേറിയനിൽ തന്നെ ഏറ്റവും ഇഷ്ടം ഏതാന്ന് ചോദിച്ചാൽ പനീറാണ്. ഒരുപക്ഷെ ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ വളർന്നവരായതുകൊണ്ടായിരിക്കാം ആ ഒരു ഇഷ്ടം ഞങ്ങൾക്ക് ഉണ്ടായത്. എന്തായാലും ഇന്ന് റെഡിയാക്കുന്നത് ഒരു പനീർ ബിരിയാണിയാണ്. അപ്പോൾ ഇത് മിക്ക ദിവസങ്ങളും ഞാൻ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇന്ന് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത പനീറിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ട് ഒന്ന് 10 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ബിരിയാണി ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ നെയ്യും ബാക്കി ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തൊന്ന് മാറ്റി വെക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത പനീറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഒരുപാട് ഫ്രൈ ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 2 മീഡിയം സൈസ് സവാള സ്ലൈസ് ആക്കിക്കൊണ്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഈ ഒരു ഉള്ളി നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് ഒരു ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലുപ്പമുള്ളൊരു ടൊമാറ്റോയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ടൊമാറ്റോ സോഫ്റ്റ് ആകുന്നിടം വരെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരൽപ്പം ജീരകപ്പൊടി, ഒരൽപ്പം ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അത്യാവശ്യം പുളിയുള്ള തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങയുടെ നീരും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഒരു പനീറും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിന ഇലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞ് എല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിന് മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/2 കിലോ ബാസ്മതി റൈസ് ആണ്. വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന ബാസ്മതി റൈസ് ആണ് ഇതിന് മുകളിലായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് ഒരല്പം പാലിലാണെങ്കിൽ ഒരല്പം മഞ്ഞൾപ്പൊടി ഞാൻ കലക്കി ജസ്റ്റ് ഒന്ന് കളറിന് വേണ്ടി മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് പുതിന മല്ലിയിലയും പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരല്പം നെയ്യും കൂടി ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് ചൂടാകുന്നിടം വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സിമ്പിളായിട്ടുള്ള പനീർ ബിരിയാണി റെഡി. നല്ല ടേസ്റ്റാണ്. നോൺ വെജ് പോലും തോറ്റുപോകുന്ന ഒരു ബിരിയാണിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി കേട്ടോ. കണ്ടിട്ട് അഭിപ്രായം ആരും പറയണ്ട കേട്ടോ. നല്ല ടേസ്റ്റാണ്. നോൺ വെജ് ഒക്കെ മടുത്ത് കഴിയുമ്പോൾ ഇടയ്ക്കൊരു വെജിറ്റേറിയൻ വേണമെന്ന് തോന്നുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ബിരിയാണിയാണ്. ട്രൈ ചെയ്ത് നോക്കണേ.